ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇതിന് മുന്നേ ഒരു മാസം മുന്നേ ഒരു 3 മില്യൺ ആൾക്കാർ ട്രൈ ചെയ്തിട്ടാൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കിൻ്റെ ട്രൈയിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കമൻസ് വന്നതെല്ലാം അവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഈ കിട്ടിയത്, അതിൽ കമൻസിൽ കിട്ടിയെന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും കിട്ടിയിട്ടാണോ ഇട്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു മലയാളി വീഡിയോ അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ വീഡിയോ ആണ്, ഒരു ഹിന്ദി വീഡിയോ ആണ്. അപ്പോൾ അതിലൊരു 11 മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്, 1 2 എന്നല്ല, 11 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് ഒരു സ്കിൻ ബ്രൈറ്റൻ എന്നല്ല, വൈറ്റനിങ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം എന്നോട് ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കത് ചെയ്തിട്ടൊന്നും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ആ ഒരു 3 മില്യൺ വ്യൂസ് കിട്ടിയ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്സ് എന്ന് പറയുന്ന ഏത് വീഡിയോ നമ്മൾ ചെയ്ത് നോക്കിയാലും ഫസ്റ്റ് യൂസിൽ അവർ കാണിച്ചു തരുന്ന റിസൾട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക്, അങ്ങനെ ഒരു നമുക്ക് ഹോം മെയ്ഡ് ഐറ്റംസ് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ ഒന്ന് ബ്രൈറ്റൻ ആവുന്ന ഫേസ് പാക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നാച്ചുറൽ ഐറ്റംസ് വെച്ചിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാണ്ട് ഒറ്റയടിക്ക് കറുത്തിരുന്ന ഒരാൾ ഈ അമേരിക്കക്കാരെ പോലെയൊക്കെ ഭയങ്കര ഇപ്പോൾ വെളുത്തിട്ട് പാറും എന്നൊക്കെ പറയില്ല, അത്രയ്ക്കൊരു റിസൾട്ടൊന്നും നിങ്ങൾ ഒന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇനി ടൈം കണ്ട നമുക്ക് വേഗം ആ വീഡിയോയുടെ പ്രൊസീജിയേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ സൈഡിൽ റെഫറൻസ് കൊടുക്കാം, ആ വീഡിയോയുടെ ഇത് കൊടുക്കാം. പിന്നെ സൈഡിൽ ഞാൻ ചെയ്യുന്നതുമായിട്ട് അങ്ങനെ 2 ഇതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം കണ്ട വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര മീൻസ് നമ്മൾ മേടിക്കുന്ന ജെല്ലാണ് കേട്ടോ എടുത്തേക്കണേ. ഞാൻ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള അലോവേര പ്ലാന്റിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും, പിന്നെയാണ് താരം വരുന്നത്. നമുക്ക് കോൾഗേറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കോൾഗേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഇതിലാക്കിയെടുക്കുക. അതിലേക്ക് ആക്ടിവേറ്റർ ഇട്ട് കൊടുക്കുക. ഈ ആക്ടിവേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്ലീച്ചൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇതിലാകെ ഞാൻ ചെയ്ത ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ അലോവേര ഞാൻ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ കൈ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തത്. കാരണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള റിസ്ക് അവർ പോലും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ആ ഒരു റിസ്ക് എടുത്ത് കാണിച്ചു തരിക? അപ്പോൾ അതുകൊണ്ട് ഞാനും കയ്യിൽ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അപ്ലൈ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത്യാവശ്യം ഒരു തിക്ക് ലെയർ ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു റിസൾട്ടാണ്. അവർക്ക് കിട്ടിയ പോലെ ഒരു ഈവൻ ടോൺ, ഒരു ബ്രൈറ്റ്നെസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു വൈറ്റനിങ് പോയിട്ട് ഒരു ബ്രൈറ്റനിങ് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് സ്കിൻ. ആ ഒരു ഗുണം മാത്രമേ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് റിയാലിറ്റി. എൻ്റെ 2 കൈയും പഴയ കളർ എങ്ങനെയാണോ അത് തന്നെയാണ്. അപ്പോൾ റിസൾട്ട് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് ഈ ഒരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രൈറ്റനിങ് മീൻസ് സ്കിൻ വൈറ്റനിങ് എന്ന് പോയിട്ട് ഒരു ബ്രൈറ്റൻ പോലും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ കോൾഗേറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് പല്ല് തേക്കാനുള്ളതാണ്, നമുക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മുടെ പല്ലിനുള്ള ഐറ്റമാണ്, അല്ലാണ്ട് നമ്മുടെ ഫേസിനുള്ളതല്ല. അതിൽ പല്ലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ആഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫേസിന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ അതിലില്ല. പിന്നെ ഈ പിമ്പിൾസൊക്കെ വരുമ്പോൾ ഈ കോൾഗേറ്റ് വെക്കാറുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അതും അത്ര നല്ലതൊന്നുമല്ല. ഫുൾ കെമിക്കൽസ് ആണ് ഈ ടൂത്ത് പേസ്റ്റിലൊക്കെ വരുന്നത്. നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഐറ്റം ഒരു 10-15 മിനിറ്റ് ഇടുമ്പോൾ ഉള്ള ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്, എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കത് ഫേസിലിട്ടിട്ട് എനിക്കൊരു
റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കാണിച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റംസിൽ ഈ ആക്ടിവേറ്റർ ഓക്കെ നമ്മൾ ബ്ലീച്ചിൻ്റെ കൂടെ കിട്ടുന്നതാണ്, നമുക്കത് ഫേസിലിടാനുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ അലോവേരയും നല്ലതാണ്, പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പോൾ ഓയിലാണെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൽ ഈ കോൾഗേറ്റ് ഇത് ഒരുപാട് സമയം നമ്മൾ ഫേസിലിടുവാണെങ്കിൽ ഫേസ് പൊള്ളിപ്പോവും. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ആ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാവണം. മീൻസ് നമ്മളൊരു വീഡിയോ കാണുമല്ലോ, ഒരു സ്കിൻ ബ്രൈറ്റനിങ് വീഡിയോ കാണുമ്പോൾ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള കെമിക്കൽസ് ഒന്നും നമ്മൾ ഈ പല്ലിനുള്ള ഐറ്റംസ് പല്ലിന് മാത്രം ചെയ്യുക, അല്ലാണ്ട് അത് ഫേസിന് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഒരു ട്രൈയിങ് വീഡിയോ ആണ് കാണിച്ചത്. എനിക്ക് 2-3 പേര് ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റ ഐ ഡി യൂട്യൂബ് ചാനൽ നെയിം തന്നെയാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി. അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് റെസ്പോൺസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.